Hello my dear friends, ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ബുക്കോ. ഈ ഡ്രിങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്വന്തം കരിക്ക് വെച്ചാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ജെല്ലി റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവേർഡ് ജെല്ലി പൗഡർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് കിട്ടും, മാംഗോ കിട്ടും, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ 2 കളറിലാണ് ജെല്ലി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കളറൊന്നും ഒഴിക്കാതെ സാധാരണ ജെല്ലി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചേക്കുന്നതിൽ ഞാൻ റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തു. ഇതൊരു ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇതൊരു ബ്ലഡ് റെഡ് കളർ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇത് രണ്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടാമതായി നമ്മുടെ ചവ്വരി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇനി നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഈ ചവ്വരി കിടന്ന് വെന്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചവ്വരി ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള അരിപ്പയിലിട്ട് അരിച്ച് എടുക്കണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് കരിക്കും വെള്ളം വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ സാധാരണ പശുവും പാല് ഒന്ന് തിളപ്പിച്ചാറ്റി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ്, ഇതൊരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതും ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. അതുവേണ്ടി ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ജെല്ലി ഇട്ട് കൊടുക്കാം. ജെല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരി പാലിൻ്റെ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് നിറയുന്നത് വരെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ചിൽഡായ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബുക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഫിലിപ്പൈൻ ഡ്രിങ്ക് ആണെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ കരിക്ക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്കോ അറിയിക്കുകയും വേണം. സോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.